ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരിക്കൽ കൂടെ ദൈവവചനം ധ്യാനിപ്പാൻ കേൾക്കുവാൻ നമ്മളുടെ ആയുസ്സിൽ ദൈവം നൽകിയിരിക്കുന്നതായ ഈ നല്ല സാവകാശത്തിന് ഞങ്ങളുടെ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി ഇന്ന് എവൻഗേലിയോൻ ഭാഗമായി വായിച്ച ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 17-ാമത്തെ വാക്യവും 19-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗവും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 17-ാമത്തെ വാക്യവും 19-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗവും. മൂന്നാമതും അവനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കുകയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് പറഞ്ഞു. യേശുവിനോട്, എൻ്റെ ആടുകളെ മേയ്ക്കാം. 19-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം. ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്ക എന്ന് അവനോട് പ്രാർത്ഥിച്ചു. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, അവിടെ ഞങ്ങളുടെ മേൽ ചൊരിയുന്ന അളവറ്റ നന്മകൾക്കായി അനുഗ്രഹങ്ങൾക്കായി ഞങ്ങളുടെ നാമത്തെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, അവിടെ ഞങ്ങളെ സ്നേഹിച്ചതായ സ്നേഹം, അതിൻ്റെ വില എത്രമാത്രമാണ് എന്ന് ഗ്രഹിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ സകലതും അറിയുന്നു എന്ന് ശിമോൻ പത്രോസ് കർത്താവിന്റെ സന്നിധിയിൽ പറഞ്ഞതുപോലെ, കർത്താവേ, നീ സകലവും അറിയുന്നു. ഞങ്ങൾക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു. കർത്താവേ, നിന്റെ സന്നിധിയിൽ പൂർണ്ണമായ സമർപ്പണത്തോടുകൂടെ, കളങ്കമറ്റതായ സ്നേഹത്തോടുകൂടെ നിന്റെ സന്നിധിയിലേക്ക് അടുത്തുവരുവാൻ തപ്പെട്ട ഞങ്ങളോരോരുത്തരെയും സഹായിക്കണം. തിരുസാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണമേ. വചന കേൾക്കുകയും ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് സമയമാക്കി തീർക്കണമേ. കൃപയാൽ മറക്കണമേ. യേശു മിശിഹായുടെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ക്രിസ്തുവിനൊപ്പമുള്ള തീക്ഷ്ണ സ്നേഹ സഞ്ചാരം, വാക്ക് വിത്ത് ക്രൈസ്റ്റ് ഇൻ പാഷനേറ്റ് ലവ്, ഇതാകുന്നു ഇന്ന് സഭയായി വിശേഷിപ്പിക്കുന്നതായ വിഷയം. ഈ വേദഭാഗം നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള വേദഭാഗമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിലും എത്ര മനോഹരമായിട്ടാണ് ഈ പോസ്റ്റ് റിസറക്ഷൻ നറേറ്റീവ്സ്, യേശു കർത്താവിന്റെ പുനരുദ്ധാനത്തിന് ശേഷമുള്ള വിവരണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ എത്ര പ്രാവശ്യം വായിച്ചാലും മടുക്കാത്തതായ സുന്ദരമായ ഭാഗം, വളരെയേറെ സൗന്ദര്യം നിറഞ്ഞത്, വളരെയേറെ ആഴത്തിൽ നമ്മെ സ്പർശിക്കുന്നതുമായ ഭാഗങ്ങൾ. എമ്മൗസിലേക്കുള്ള ശിഷ്യന്മാരുടെ യാത്രയും അവരുടെ മടക്കയാത്രയും, തിബരിയാസിന്റെ കടൽക്കരയിൽ യേശു കർത്താവിനോട് കൂടെയുള്ള നിമിഷത്തിൽ അവർക്ക് ലഭിക്കുന്നതായ പെരുത്ത മീൻകൂട്ടവും, അതിനുശേഷം യേശു കർത്താവ് ഒരമ്മ തന്റെ മക്കൾക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത് പോലെ ഭക്ഷണം ഒരുക്കിയിട്ട് കുഞ്ഞുങ്ങളെ ഇനി വന്ന് കഴിച്ചുകൊള്ളുവാൻ പറയുന്നതായ സുന്ദരമായ നിമിഷങ്ങളൊക്കെ എത്ര മനോഹരമായാണ് ഈ സുവിശേഷകർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഓരോ പ്രാവശ്യവും വായിക്കുമ്പോഴും നമ്മളുടെ മനസ്സിനെ കൂടുതൽ സന്തോഷിപ്പിക്കുകയും നമ്മളുടെ ഹൃദയങ്ങൾക്ക് ചെറിയ ഒരു നനവോടെ നൽകുകയും ചെയ്യുന്നു. ശരിക്കും ആത്മാർത്ഥമായി ഇന്ന് നമ്മൾ വായിച്ചതായ വേദഭാഗം നമ്മളൊന്ന് വായിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞല്ലാതെ നമുക്കതിനെ വായിച്ച് പൂർത്തീകരിക്കാനായിട്ട് കഴിയും. ശീമോൻ പത്രോസ്
യേശു കർത്താവിനെ കണ്ടുമുട്ടുന്നതായ ആ ഒരു നിമിഷം അവന്റെ ജീവിതത്തിൽ എത്രമാത്രം വലിയ വൈകാരിക സംഘർഷങ്ങളിലൂടെ അവൻ കടന്നുപോയിട്ടുണ്ടാകും. യേശു കർത്താവ് വിളിച്ച് ശുശ്രൂഷയിലേക്ക് നിയോഗിച്ചു. എന്നാൽ അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നതായ ശിമോൻ പത്രോസ്, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷവും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷരായതിനു ശേഷവും ഈ ശിമോൻ പത്രോസ് തന്റെ കൂടെയുള്ള ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് മറ്റു ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് വീണ്ടും മീൻ പിടിക്കാൻ പോകുന്നതായ അനുഭവം. അതിനുശേഷം യേശു കർത്താവ് ശിമോൻ പത്രോസിനെ കാണുമ്പോൾ എത്രമാത്രം വലിയ വേദനയോടുകൂടെ ആയിരിക്കും ശിമോൻ പത്രോസ് നിന്നത്, അതിലും എത്ര വേദനയോടുകൂടെ ആയിരിക്കും കർത്താവ് നിന്നത്. 3 വട്ടം തള്ളി പറഞ്ഞവനല്ലേ, ഉയർന്നതിന് ശേഷവും ഓടിപ്പോയവനല്ലേ. അവന്റെ അടുക്കൽ കർത്താവ് നിൽക്കുമ്പോൾ എത്രമാത്രം വേദനയോടുകൂടെ സങ്കടത്തോടുകൂടെ ആയിരിക്കാം ശിമോൻ പത്രോസിന്റെ മുൻപിൽ കർത്താവ് നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത അനുഭവങ്ങളിലും നാം തള്ളി പറയുന്ന നിമിഷങ്ങളിലുമൊക്കെ നാം ഓർക്കുക, നമുക്ക് സങ്കടമുണ്ട്, കർത്താവിനെ തള്ളി പറഞ്ഞല്ലോ എന്നത്. എന്നാൽ എത്രമാത്രം സങ്കടത്തോടുകൂടിയാണ് കർത്താവ് നിൽക്കുന്നത് എന്നുള്ള ഒരു ചിന്ത കൂടെ നമ്മെ ഒരു ധ്യാനത്തിലേക്ക് നയിക്കണം എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് വലിയ വേദനയോടുകൂടെ കർത്താവ് നിൽക്കുന്നതായ ഒരു സന്ദർഭമാണ്. നമുക്കറിയാം, നമ്മളെ കുറിച്ച് ചില ആളുകളൊക്കെ മോശമായി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മെ വേദനിപ്പിച്ചു എന്ന് വരികയില്ല. നമ്മൾ പറയും, അവരല്ലേ, അവരങ്ങനെ പറയൂ, അവരങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, അവരത് പറയും. നമുക്കത് ഉറപ്പിക്കാവുന്ന ചില ആളുകളൊക്കെ ഉണ്ടാകും, ഇവരങ്ങനെ പറയും, ഇവരങ്ങനെ പറഞ്ഞിരിക്കും. അതിൽ നമുക്ക് വലിയ വേദന തോന്നും. കർത്താവിന്റെ കാര്യത്തിൽ അത് തന്നെയാണ്. കർത്താവിന്റെ വിരോധമായി മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒക്കെ എഴുന്നേറ്റപ്പെടുന്ന കർത്താവിന് വേദന തോന്നിയില്ല. കർത്താവിന് അറിയാം അവരെങ്ങനെ ചെയ്യും, അവരെ കൊണ്ട് അതേ പറ്റുള്ളൂ, അവരത് ചെയ്യും എന്ന് കർത്താവിന് അറിയാം. എന്നാൽ കൂടെ നിന്നതായ ശിഷ്യന്മാർ, താൻ സ്നേഹിച്ചതായ ശിഷ്യന്മാർ, താൻ ചെയ്തതായ അത്ഭുതങ്ങൾ ഓരോന്നും കണ്ടതായ ശിഷ്യന്മാർ തന്റെ ജീവിതത്തിന്റെ പ്രയാസത്തിൽ വേദനയുടെ സന്ദർഭങ്ങളിൽ ഓടിപ്പോയത് കർത്താവിനെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട്. സക്കറിയാ പ്രവാചകന്റെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഇവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിക്കുന്നതിന് അവൻ, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു. എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു, അതാകുന്നു എന്റെ കയ്യിലെ മുറിവുകൾ. നമുക്കറിയാവുന്നതായ സങ്കീർത്തന ഭാഗങ്ങളൊക്കെ ഉണ്ട്. 41-ാം സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ഞാൻ വിശ്വസിച്ചവനും എന്റെ അപ്പം തിന്നവനുമായ എന്റെ പ്രാണസ്നേഹിതൻ പോലും എന്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. 55-ാം സങ്കീർത്തനത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എന്റെ നേരെ വമ്പ് പറഞ്ഞത് എന്നെ ഭരിക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറഞ്ഞുകൊള്ളുമായിരുന്നു. നീയോ എന്നോട് സമനായ മനുഷ്യനും എന്റെ സഖിയും എന്റെ പ്രാണ സ്നേഹിതനുമായിരുന്നു. ഇതാണ് വേദനയുടെ ഒരു ആഴം. നമ്മെ സ്നേഹിക്കുന്നവർ, നാം സ്നേഹിക്കുന്നവർ, നമ്മെ സ്നേഹിക്കുന്നു എന്ന് നാം കരുതുന്നവർ, അവർ നമുക്ക് വിരോധമായി നിൽക്കുന്നതായ സന്ദർഭങ്ങളിൽ നമ്മളുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നതായ വേദനയുടെ കാഠിന്യം എത്രയെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നതിനോട് ചേർന്നും നമുക്കും പറയുവാനായിട്ട് കഴിയുന്ന കാര്യങ്ങളാകുക. അതുകൊണ്ട് നീ അടി കണ്ടത് എവിടെയാകുന്നു എന്ന് ചോദിക്കുമ്പോൾ, എന്റെ സ്വന്തക്കാരുടെ, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് എനിക്ക് കിട്ടിയ അടിയാകുന്നു എന്ന് പറയുമ്പോൾ എത്രമാത്രം വേദന നിറഞ്ഞതായ ഒരു സന്ദർഭമാണ്.
ഇങ്ങനെ ഒരു സന്ദർഭത്തിലാണ് കർത്താവ് നിൽക്കുന്നത്. ഇത്രമേൽ സ്നേഹിച്ചതായ ശിഷ്യന്മാർ, ഇത്രമേൽ കരുതതായ വ്യക്തികൾ, തന്നോട് കൂടെ നിൽക്കും എന്ന് ആണയിട്ട് പറഞ്ഞതായ ആളുകൾ, ജീവിതത്തിന്റെ സംഘർഷങ്ങളുടെ മധ്യത്തിൽ കുരിശിന്റെ അനുഭവത്തിൽ ഓടി ഒളിച്ചതായ വ്യക്തികൾ, അവരുടെ മുമ്പിൽ കർത്താവ് വീണ്ടും വന്ന് നിൽക്കുകയാണ്. ഇതിനെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? ഈ സ്നേഹം കണ്ടിട്ടാണ് ജെഫ്രി തോംസൺ എന്ന എഴുത്തുകാരൻ പറയുന്നത്, സ്വർഗത്തിലെ വേട്ടപ്പെട്ടിയാണ്, ഹൗണ്ട് ഓഫ് ഹെവൻ. പുറകെ നടന്നെന്ന് സ്നേഹിക്കുകയാണ്, വല്ലാതെ സ്നേഹിക്കുകയാണ്, തള്ളി പറഞ്ഞിട്ടും പുറകെ നടന്നെന്ന് സ്നേഹിക്കുകയാണ്. ഇത് വല്ലാത്ത ഒരു സ്നേഹം തന്നെ. തള്ളിപ്പറഞ്ഞവരെയും തള്ളിക്കളഞ്ഞവരെയും ഓടിപ്പോയവരെയെല്ലാം പുറകെ നടന്ന് മകനെ മകളെ ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നതായ കർത്താവിന്റെ വലിയ സ്നേഹത്തെ നമ്മളിവിടെ കാണുകയാണ്. ഈ ഭാഗം നമ്മുടെ മുമ്പാകെ വയ്ക്കുന്ന ചെറിയ 3 ചിന്തകൾ വളരെ വേഗത്തിൽ പങ്കുവെച്ച് ഇന്നത്തെ ധ്യാനം അവസാനിപ്പിക്കാം. ഒന്നാമതായി, കൃപയാൽ പുതുക്കപ്പെടുന്ന സ്നേഹം. ലവ് that is renewed by grace. കൃപയാൽ പുതുക്കപ്പെടുന്ന സ്നേഹം. ഇവിടെ പത്രോസിന്റെ മുൻപിൽ കർത്താവ് നിൽക്കുന്നു. കർത്താവ് പത്രോസിനെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 4 ചീത്ത വിളിക്കാവുന്ന ഒരു സന്ദർഭമാണ്. അവനെ മോശക്കാരനാക്കാവുന്ന ഒരു സന്ദർഭമാണ്. മറ്റുള്ളവർ മുമ്പിൽ വെച്ച് അവനെ അപമാനിക്കാവുന്ന ഒരു സന്ദർഭമാണ്. എന്നാൽ കർത്താവ് അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു. ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? ഇവരിലധികമായി അല്ലെങ്കിൽ ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ള ചോദ്യമാണ്. ഒരു സന്ദർഭത്തിൽ തീ കായാനായിട്ട് നിൽക്കുമ്പോൾ സ്വന്തം സുഖം അന്വേഷിച്ച് അല്പം തീ കാഞ്ഞുകൊള്ളാം എന്ന് വിചാരിച്ച് നിൽക്കുന്ന സന്ദർഭത്തിലാണ് ശീമോൻ പത്രോസ് യേശു കർത്താവിനെ 3 വട്ടം തള്ളി പറയുന്നത്. ഇവിടെ കർത്താവിന്റെ ചോദ്യം വളരെ കൃത്യമാണ്. കർത്താവ് ചോദിക്കുകയാണ്, നീ ഇവരിലധികമായി, നീ ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ആ ചോദ്യത്തിന് പല അർത്ഥങ്ങളുണ്ടാകാം. ഈ ശിഷ്യന്മാരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള അർത്ഥമുണ്ടാകാം. ഇവയിലധികമായി എന്നാകുന്നുവെങ്കിൽ നിനക്കിപ്പോൾ വലിയ ഒരു പെരുത്ത മീൻകൂട്ടം കിട്ടിയിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഈ പെരുത്ത മീൻകൂട്ടത്തെക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ ഇഷ്ടപ്പെട്ടതായ നിന്റെ വലയും വള്ളവും അതിലുപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിന്റെ തൊഴിലിനേക്കാൾ ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്നെ ഉപേക്ഷിച്ച് വീണ്ടും പഴയ തൊഴിലിലേക്ക് പോയതല്ലേ? അതിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? മീൻ കിട്ടുമെന്ന് വിചാരിച്ചു പോയതല്ലേ? ആ മീനിനേക്കാളും നിനക്ക് ലഭിക്കുമെന്ന് നീ കരുതുന്നതായ ആദായത്തെക്കാളും ഉപരിയായി നീ എന്നെ സ്നേഹിക്കുന്നു. ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? വലിയൊരു ചോദ്യമാണ്. പത്രോസ് നിന്ന് കത്തുകയാണ്. അവന്റെ ഹൃദയം പിടയുകയാണ്. അവൻ പറയുകയാണ്, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ. കർത്താവിനറിയാം ശിവൻ പത്രോസിന് സ്നേഹമുണ്ടെന്ന്. ശിവൻ പത്രോസ് കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട് എന്നത് യേശു കർത്താവിന് അറിയാവുന്ന കാര്യമാണ്. അല്ലതിൽ ഉറപ്പിക്കുകയാണ്, അവനെ കൊണ്ട് പറയിക്കുകയാണ്. 3 വട്ടം ഈ ചോദ്യം കർത്താവ് ചോദിക്കുന്നുണ്ട്. നീ ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന ചോദ്യം. ഇവിടെ സംഭവിക്കുന്ന ഒരു റിന്യൂവലാണ്. പത്രോസിനെ സംബന്ധിച്ച് ഒരു റിന്യൂവലാണ്, ഒരു റെസ്റ്റോറേഷനാണ്. അവൻ പുതുക്കപ്പെടുകയാണ്, അവൻ യഥാസ്ഥാനപ്പെടുകയാണ്. അവന്റെ ജീവിതത്തിന്റെ പലവിധമായ സാഹചര്യങ്ങളിൽ കർത്താവിനെ തള്ളിപ്പറഞ്ഞതായ ഒരു മനുഷ്യൻ, ഈ മനുഷ്യനെ മുന്നിൽ നിർത്തിയിട്ട് കർത്താവ് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? തള്ളിപ്പറഞ്ഞ പത്രോസാണ്. കർത്താവ് എന്നെ തള്ളിക്കളയുന്നില്ല. നീ എന്നെ സ്നേഹിക്കുന്നു. മുൻകാല ചരിത്രമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ കർത്താവ് അവനെ തള്ളിക്കളയേണ്ടതാണ്. അവന്റെ പഴയ ഒരു ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവനെ ഇനി കൂട്ടത്തിൽ നിർത്താൻ കൊള്ളാവുന്നതല്ല. അവൻ തള്ളിപ്പറഞ്ഞതാണ്, ഓടിപ്പോയത്.
ഈ ശിഷ്യന്മാരെ കൂടെ വഴിതെറ്റിക്കുവാനായിട്ട് ഞാനിതാ മീൻ പിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോയി കൂടെയുള്ള ബാക്കിയുള്ളവരെ കൂടെ വഴിതെറ്റിക്കാനായിട്ട് പോയതായ മനുഷ്യനാണ്. അവന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ അവനെ ഈ പണിക്ക് കൊള്ളുന്നുണ്ട്. എന്നാൽ കർത്താവ് ചോദിക്കുകയാണ്, നീ ഇവരധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. നിന്റെ സ്നേഹം എന്തിനോടാണ്? എന്തിനെയാണ് നീ സ്നേഹിക്കുന്നത്? ഞാൻ പറയാം, കർത്താവ് നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് 3 വട്ടം തള്ളി പറഞ്ഞ പത്രോസിനെ 3 വട്ടം ഒരേ ചോദ്യം ചോദിച്ച് കർത്താവ് യഥാസ്ഥാനപ്പെടുത്തുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങളിൽ കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്. ഇതേ ഒരു ചോദ്യം നമ്മളോട് ആവർത്തിക്കപ്പെടുകയാണ്. മകനെ, മകളെ, ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? നിന്റെ സ്നേഹം എത്രമാത്രമുള്ള സ്നേഹമാണ്? മറ്റുള്ളവരെക്കാൾ അവരെ നീ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി നിനക്കുണ്ട് നീ കരുതുന്നതായ വസ്തുക്കളിൽ, നിന്റെ സാഹചര്യങ്ങൾ, നിനക്കുള്ളവരിൽ നിന്ന് അധികമായിട്ടൊക്കെ നിനക്ക് എന്നോടുള്ള സ്നേഹമുണ്ട്? നമ്മുടെ ഉത്തരം എന്താകും നാം അതിന് നൽകുന്നതായ ഉത്തരം? ഇവിടെ പുതുക്കപ്പെടുകയാണ്. എങ്ങനെയാണ് പുതുക്കപ്പെടുന്നത്? കൃപയാലാണ്. ദൈവത്തിന്റെ കൃപയാലല്ലാതെ എങ്ങനെ ഈ പത്രോസിന് രക്ഷപ്പെടുവാനായിട്ട് സാധ്യമാക്കിയും? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ. ഗോഡ്സ് ഗ്രേസ്, അതൊന്ന് മാത്രം. ദൈവകൃപ ചെറിയ വാക്കാണ്, എന്നാൽ അതിന് വലിയ ആഴമേറിയ അർത്ഥം നമ്മളുടെ ജീവിതത്തിലുണ്ട്, വിശ്വാസ ജീവിതത്തിലുണ്ട്. ദൈവത്തിന്റെ വലിയ കൃപ. ഇന്ന് ഞാനായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപ, അതൊന്നുകൊണ്ട് മാത്രമാണ്. നാം എപ്പോഴും എല്ലായ്പ്പോഴും ഏറ്റുപറയേണ്ടതായ സംഗതിയാണ് ഗോഡ്സ് മേഴ്സി. അവന്റെ സ്നേഹത്തിൽ എന്നെ വീണ്ടും നിർത്തുന്ന, പുതുക്കുന്നതായ വലിയ ഒരു ദൈവകൃപയുണ്ട്. കൊണ്ട് ദൈവത്തിന്റെ വലിയ കൃപയാൽ പുതുതാക്കപ്പെടുന്ന, യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു സ്നേഹത്തിന്റെ അനുഭവം ഉണ്ട്. രണ്ടാമതായി, ശുശ്രൂഷയിലൂടെ പ്രകടിക്കപ്പെടുന്ന സ്നേഹം. ലവ് ദാറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ സർവീസ്. സേവനത്തിലൂടെ അല്ലെങ്കിൽ ശുശ്രൂഷയിലൂടെ പ്രകടമാക്കുന്നതായ വലിയ സ്നേഹം. ഇവിടെ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് പറയുമ്പോൾ കർത്താവിനോട് പറയുന്നത് എന്റെ ആടുകളെ മേയ്ക്ക എന്നാണ്. എന്റെ ആടുകളെ മേയ്ക്ക, അതാണ് നിന്നെ ഏൽപ്പിച്ചതായ ശുശ്രൂഷ. നീ ഒരിക്കൽ മീൻ പിടിക്കുന്നവനായിരുന്നു. ഞാൻ നിന്നോട് പറഞ്ഞത്, ഇനി നീ മീൻ പിടിക്കുന്നവനല്ല, ഇനി ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും എന്ന് പറഞ്ഞ് ശുശ്രൂഷയിലേക്ക് ആക്കിയതാണ്. നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിന്റെ ഉത്തരവാദിത്വം ഈ മിനിസ്ട്രിയാണ്, ശുശ്രൂഷയാണ്, സർവീസാണ്. അവിടെ പറയുകയാണ്, ഇനി നിന്റെ ജോലി എന്റെ ആടുകളെ മേയ്ക്കുക എന്നുള്ള ജോലിയാണ്. ഒരിക്കൽ ശീമോൻ പത്രോസ് യേശു കർത്താവിന് മുമ്പിൽ നിന്നുകൊണ്ട് ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ച് പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. അവിടെ യേശു കർത്താവ് ഇത് തന്നെയാണ് ശീമോൻ പത്രോസിനെ ഏൽപ്പിക്കുന്നത്. ഇതാ നിന്റെ കയ്യിൽ ഒരു താക്കോൽ പരിമേൽപ്പിക്കുക. നീ പറയുന്നതായ നിന്റെ ഈ വിശ്വാസ പ്രഖ്യാപനത്തിന് മേൽ ഞാൻ എന്റെ സഭയെ കെട്ടുപണി ചെയ്യുവാനായിട്ട് പോവുകയാണ്. നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ഈ താക്കോൽ നീ തുറക്കുന്നിടം തുറക്കപ്പെടുകയും നീ അടയ്ക്കുന്നിടം അടയ്ക്കപ്പെടുകയും ചെയ്യുന്നതായ താക്കോലാണ്. വലിയ ഒരു ദൗത്യം ഏൽപ്പിക്കപ്പെടുകയാണ്. ഇതാ സഭയെ കെട്ടുപണിയുവാനായിട്ട് പോവുകയാണ്. നിന്റെ വലിയ വിശ്വാസ പ്രഖ്യാപനം. നീ പാറയാണ് പത്രോസ്, നീ പാറയാണ്. ഞാൻ എന്റെ സഭയെ കെട്ടുപണിക്കാനായിട്ട് പോവുകയാണ്. അതിന് വലിയ ഉത്തരവാദിത്വമേറ്റതായ പത്രോസാണ് പിന്തിരിഞ്ഞു പോയത്. ഇവിടെ വീണ്ടും കർത്താവ് ഏൽപ്പിക്കുകയാണ്, നീ എന്റെ ആടുകളെ മേയ്ക്കും. നിന്റെ ഉത്തരവാദിത്വം ശുശ്രൂഷയാണ്. ഇവിടെ നീ ചെയ്തത് എന്താണ്? നീ കൂടെ ഉണ്ടായിരുന്നതായ എന്റെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട്
നീ മീൻ പിടിക്കാനായിട്ട് പോവുകയാണ് ചെയ്തത്. അതല്ല നിന്റെ ഉത്തരവാദിത്വം. നിന്റെ ഉത്തരവാദിത്വം ആടുകളെ മേയ്ക്കുന്നതിനുള്ള ശുശ്രൂഷയുടെ വലിയ ഉത്തരവാദിത്വമാണ് നിനക്കുള്ളത്. നീ എന്നോടുള്ള നിന്റെ സ്നേഹം ഇനി പ്രകടമാക്കേണ്ടത് ശുശ്രൂഷയിലൂടെയാണ്, സേവനത്തിലൂടെയാണ്, ഈ മിനിസ്ട്രിയിലൂടെയാണ്, മറ്റുള്ളവരെ കരുതുന്നതിലൂടെയാണ്, മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെയാണ്, മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നയിക്കുന്നതിലൂടെയാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് നാം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ എന്താണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി? വീണ്ടും നമ്മൾ മറ്റുള്ളവരെ കൂടെ ദൈവഭാഗത്ത് നിന്ന് മാറ്റിക്കളയുന്ന അനുഭവങ്ങളല്ല, മറിച്ച് മറ്റുള്ളവരെ ദൈവഭാഗത്തെ കൊണ്ടുവരുന്ന ഒരു ശ്രേഷ്ഠകരമായ ശുശ്രൂഷയാണ് ദൈവം നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടൊരു ഇടവകയിലെ അംഗങ്ങളായിരിക്കും നമ്മെ സംബന്ധിച്ച് നമ്മളുടെ ഉത്തരവാദിത്വം, നമ്മളുടെ ശുശ്രൂഷ, നാം കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ നാം ഈ ദൈവജനത്തെ വീണ്ടും ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നതായ ശുശ്രൂഷയാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭിന്നിപ്പിക്കുന്ന ശുശ്രൂഷയല്ല, മറ്റുള്ളവരെ തെറ്റിക്കുന്ന ശുശ്രൂഷയല്ല, മറ്റുള്ളവർ പള്ളിയിലേക്ക് വരാതിരിക്കുന്ന തരത്തിലുള്ള നമ്മുടെ ഇടപെടലുകളല്ല എന്ന് ആവശ്യമായിട്ടുള്ളത്. മറ്റുള്ളവരെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്ന ശുശ്രൂഷയാണ്, മറ്റുള്ളവരെ ദൈവഭാഗത്തേക്ക് കൊണ്ടുവരുന്ന ശുശ്രൂഷയാണ്, നമ്മളുടെ കുഞ്ഞുങ്ങളെ ദൈവഭാഗത്തേക്ക് നയിക്കേണ്ട ശുശ്രൂഷയാണ് നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്ന് നാം ഒരിക്കലും പറഞ്ഞുപോകരുത്. അതുകൊണ്ട് വലിയൊരു ശുശ്രൂഷ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ പറയുന്നത്, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് എന്ന് പറയുന്നത് ഈ ശുശ്രൂഷയിലൂടെയാണ് നാം പ്രകടമാക്കുന്നത്. മൂന്നാമതായി, ലവ് ദാറ്റ് ഈസ് പ്രൂവിംഗ് ഇൻ ഫോളോയിങ്, അനുഗമനത്തിലൂടെ വെളിപ്പെടുത്തുന്ന സ്നേഹം. ഇവിടെ 3 വട്ടം കർത്താവ് ഒരേ ചോദ്യം ചോദിക്കുന്നുണ്ട്. 3 വട്ടവും പറയുന്നുണ്ട്, എന്റെ ആടുകളെ മേയ്ക്കുക എന്ന് പറയുന്നുണ്ട്. ഒടുവിൽ പത്രോസിനോട് പറയുകയാണ്, ഇതുവരെയും നീ ഇഷ്ടമുള്ളതൊക്കെയും നീ ചെയ്തു. ഇനി നീ ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നടക്കാനായിട്ട് പോവുകയാണ്. വേറൊരുത്തൻ നിന്റെ അരകെട്ടുകയും നിന്നെ ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് ഈ ശുശ്രൂഷയുടെ അവസാനം സംഭവിക്കുന്നതാണ്. ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട്, അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വീകരിക്കും എന്നതാണ് ഇവിടെ പറയുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അവന്റെ മരണത്തെ സൂചിപ്പിക്കുന്ന, പത്രോസിന്റെ മരണത്തെ സൂചിപ്പിക്കുന്ന ഭാഗമായിട്ടാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് യോഹന്നാൻ അവിടെ സ്പഷ്ടമായി പറയുന്നു. അപ്പോൾ അവൻ ഇഷ്ടമില്ലാത്ത വിധത്തിൽ ഒരു മരണത്തിന്റെ അനുഭവം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുക അത്രേ ചെയ്യുന്നത് എന്നാണ് യോഹന്നാൻ പറയുന്നത്. അവിടെ ഒരു ശുശ്രൂഷയുടെ അവസാനം ലഭ്യമായി തീരുന്ന ഒന്ന് ഈ മരണത്തിന്റെ ഇഷ്ടമില്ലാത്തതായ വിധത്തിലുള്ള ഒരു മരണത്തിന്റെ അനുഭവം ഒക്കെയാകാം. കർത്താവ് അവനോട് പറയുന്ന ഒരു കാര്യം, ഇത്രയൊക്കെ നീ പറഞ്ഞു, ഞാൻ ഒരു ദൗത്യം ഏൽപ്പിച്ചു, നൗ യു ഫോളോ മീ, എന്നെ അനുഗമിക്കുക. ചെറിയ കാര്യമാണ്, ഫോളോ മീ, ഇത്രേ പറയുള്ളൂ. ശീമോൻ പത്രോസേ, ഇതുവരെയും നീ ഇഷ്ടമുള്ള ഇടത്തേക്കൊക്കെ നീ പോവുകയാണ്. നീ പോയ ഇടത്തേക്ക് മറ്റുള്ളവരൊക്കെ കൂട്ടിക്കൊണ്ടൊക്കെ നീ പോയി, മീൻ പിടിക്കാനൊക്കെ വീണ്ടും നീ പോയി. എന്നാൽ ഇവിടെ ഇപ്പോൾ നിന്നോട് പറയുന്നു, ഫോളോ, എന്നെ അനുഗമിക്കുക, എന്നെ അനുഗമിക്കുക. ഇത്രയും നേരം പത്രോസ് എന്താണ് ചെയ്തത്? കർത്താവിനെ അനുഗമിക്കുകയല്ലായിരുന്നു. ഇല്ല, കർത്താവ് പറയാണ്, ഇനി നീ എന്നെ അനുഗമിക്കുക. ഇനി നിന്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിന്റെ ജീവിതത്തിൽ നീ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. നീ ഇഷ്ടമില്ലാത്തതായ പല സംഗതികൾ നിന്റെ ജീവിതത്തിൽ നേരിടും. അതുകൊണ്ട് ജീവിതത്തിൽ സന്തോഷങ്ങളല്ല, ശുശ്രൂഷകളിൽ നീ കാണുന്ന ധന്യതയ്ക്ക് ഒക്കെ അപ്പുറമായി, നീ സന്തോഷങ്ങൾക്കൊക്കെ അപ്പുറമായി, സംതൃപ്തിക്കൊക്കെ അപ്പുറമായി ചില സന്ദർഭങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ അനിഷ്ടമായുള്ള പല കാര്യങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാം. അപ്പോഴെല്ലാം നീ ചെയ്യേണ്ട ഒരു കാര്യം, ഫോളോ മീ, എന്നെ നീ അനുഗമിക്കണം, എന്നെ നീ അനുഗമിക്കണം. ഇതാണ് കർത്താവ് ആവശ്യപ്പെട്ടത്. ഇത് വലിയ ഒരു ആഹ്വാനം, ഇത് വലിയൊരു ആഹ്വാനം.
കർത്താവ് പോകുന്നിടത്തൊക്കെയും പോവുക എന്നതാണ്. കർത്താവ് സഞ്ചരിച്ചതായ വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുക എന്നുള്ളതാണ്. കർത്താവ് വേണ്ടതായ സഹനങ്ങളൊക്കെയും ഏൽക്കുക എന്നുള്ള ഒരു ക്ഷണമാണ്. യു ഫോളോ മീ, നീ എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നത്. വോഡാഫോൺ എന്നുള്ളൊരു കമ്പനി നമുക്കറിയാം. അതിനു മുമ്പേ ഈ വോഡാഫോൺ ഹച്ച് കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ അറിയാം. ഹച്ച് എന്നുള്ളൊരു നമ്മുടെ ഒരു മൊബൈൽ സിം ഒക്കെ നമ്മൾ ഹച്ചിന്റെ സിം കാർഡൊക്കെ ഉപയോഗിച്ചിരുന്നതായ അനേക ആളുകളുണ്ടായിരിക്കും. ഞാനൊരു സമയത്ത് ഹച്ചിന്റെ സിം കാർഡായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഹച്ചിന്റെ അഡ്വർടൈസ്മെന്റ് അന്ന് ആ കാലത്ത് എല്ലാവരെയും വളരെയേറെ ആകർഷിച്ചിരുന്ന ഒന്നായിരുന്നു. ആ കാലത്ത് ഹച്ച് എന്ന ഈ നെറ്റ്വർക്കിന്റെ അഡ്വർടൈസ്മെന്റ് അത് ഒരു പട്ടിയാണ്, പഗ് അല്ലെ, പത്യം. അപ്പോൾ ആ പട്ടിയെ എവിടെ കണ്ടാലും ആളുകൾ പറഞ്ഞത് ഹച്ചിലെ പട്ടിയായിരുന്നു എന്ന് പറഞ്ഞു. നമുക്ക് അതിന്റെ പേരൊന്നും അങ്ങനെ അറിയാൻ വയ്യാഞ്ഞത് കൊണ്ട് ഹച്ചിലെ പട്ടി എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഹച്ച് പട്ടി എന്നായിരുന്നു അതിനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഒരു പട്ടിയാണ്, അതിനകത്ത് ഒരു പ്രധാന കഥാപാത്രം. അപ്പോൾ അതിന്റെ യജമാനൻ പോകുമ്പോൾ കൂടെ നടക്കുന്നു, അതാണ് അത്രയേ ഉള്ളൂ അതിൻ്റെ അകത്ത് ഉള്ളത്. അവരുടെ ക്യാപ്ഷൻ ഇതാണ്: wherever you go, our network follows. നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ നെറ്റ്വർക്ക് നിങ്ങളെ പിന്തുടരും എന്നതാണ്. എവിടെ പോയാലും ഞങ്ങളുടെ നെറ്റ്വർക്ക് അവിടെ ഉണ്ടാകും. അവരുടെ ഒരു പരസ്യം വളരെയേറെ സ്വീകാര്യത ലഭിച്ചതായ ഒരു പരസ്യമാണ്. ഇത് നമ്മൾ ഇന്ന് കർത്താവിനോട് പറയേണ്ടതായ ഒരു കാര്യമാണ്. ഏതൊരു ശിഷ്യനും കർത്താവിനോട് പറയേണ്ട ഒരു കാര്യമാണ്: കർത്താവേ, wherever you go, I will follow you. ഞാൻ നിന്നെ അനുഗമിക്കും. അപ്പോൾ കർത്താവേ, നീ പോകുന്നിടത്ത് നിന്നെ അനുഗമിക്കുന്നതിനാവശ്യമായ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് കഴിയണം. പത്രോസിനോട് പറയുകയാണ്: Now you follow me. ഇപ്പോൾ നീ എന്നെ അനുഗമിക്കും. അത് പത്രോസ് ശിരസ വഹിച്ചു. നമുക്കറിയാം, പത്രോസിനെ ക്രൂശിച്ചാണ് കൊല്ലുന്നത്. പാരമ്പര്യം അനുസരിച്ച് പത്രോസിനെ ക്രൂശീകരിക്കുമ്പോൾ പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്: അവനെ പോലെ ക്രൂശിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, അവനെ പോലെ എന്നെ ക്രൂശിക്കരുത്, അതുകൊണ്ട് എന്നെ തലകീഴായി ക്രൂശിക്കണം എന്ന് പറഞ്ഞ് ആ ക്രൂശിന്റെ അനുഭവത്തെ പത്രോസ് ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. ക്രൂശിൽ വരെയും ഈ കർത്താവിനെ അനുധാവനം ചെയ്തതായ പത്രോസ്. നമ്മോട് ഇന്ന് കർത്താവ് ചോദിക്കുകയാണ്: മകനെ, മകളെ, ഡു യു ലവ് മീ? നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹം നിറഞ്ഞ മനസ്സുമായി കർത്താവ് നമ്മുടെ മുമ്പാകെ നിന്നുകൊണ്ട് ചോദിക്കുകയാണ്. നിന്റെ കഴിഞ്ഞ കാല ജീവിതാനുഭവങ്ങളൊന്നുമല്ല, എന്നെ തള്ളി പറഞ്ഞതായ അനുഭവങ്ങളൊന്നുമല്ല ഞാൻ നിന്നോട് ചോദിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം: മകനെ, മകളെ, ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ വലിയൊരു ശുശ്രൂഷ നിന്നെ പരിലപിക്കും. വലിയൊരു റെസ്പോൺസിബിലിറ്റി ഈ ലോകത്തിൽ നിനക്കുണ്ട്. ആ ഉത്തരവാദിത്തത്തെ നീ ഏറ്റെടുക്കും. കർത്താവിനെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് ഫോളോ മീ, എന്നെ അനുഗമിക്കുക. കർത്താവിനെ അനുധാവനം ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുന്നു. കഴിഞ്ഞകാല ജീവിതത്തിൽ കർത്താവ് ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ വാക്കുകൾ കൊണ്ട്, ഞങ്ങളുടെ ചിന്തകൾ കൊണ്ട്, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് കർത്താവെ നിന്നെ തള്ളി പറഞ്ഞ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടും ഇപ്പോഴും നീ ഞങ്ങളുടെ മുന്നിൽ വന്നു ഞങ്ങളെ വീണ്ടും വീണ്ടും സ്നേഹിക്കുകയാണല്ലോ, മകനെ, മകളെ എന്ന് വിളിക്കുകയാണല്ലോ. നിന്റെ സന്നിധിയിൽ നിൽപ്പാനായിട്ട് കർത്താവേ യാതൊരുമായ യോഗ്യതയും ഞങ്ങൾക്കില്ല. നിന്റെ സന്നിധിയിൽ നിൽപ്പാനുള്ള യോഗ്യത ഒന്നുമില്ലാതെ എന്നിട്ടും നീ ഞങ്ങളെ സ്നേഹിക്കുകയും നിന്റെ മാറത്തേക്ക് ചായുവാൻ തക്കവണ്ണം, നിന്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നുവല്ലോ. നമുക്ക് ആ നെഞ്ചോട് ചാരിയിരുന്ന് നമുക്ക് പറയാം: കർത്താവേ, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. നീ ഞങ്ങളോട് കാണിച്ചതായ വലിയൊരു സ്നേഹം, ക്രൂസിലൂടെ വെളിപ്പെടുത്തിയ വലിയ സ്നേഹം, അത്രത്തോളം ഒന്നും സ്നേഹിപ്പാൻ ഞങ്ങൾ കഴിയുന്നില്ലെങ്കിലും ഞങ്ങളെ കഴിയുന്ന വിധത്തിൽ കർത്താവെ ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഒരു സമർപ്പണത്തിന്റെ അവസരമായി തീരട്ടെ.
ദൈവസന്നിധിയിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം. കർത്താവേ, പത്രോസിനെ നീ സ്നേഹിച്ചു, അവനെ നീ കരുതി, ശുശ്രൂഷയിൽ നിലനിർത്തി. ഞങ്ങളെ അവിടുന്ന് സ്നേഹിക്കുന്നു. ആ സ്നേഹത്തോട് പകരം സ്നേഹിപ്പാൻ, തിരിച്ച് സ്നേഹിപ്പാൻ, ആത്മാർത്ഥമായി സ്നേഹിപ്പാൻ, കളങ്കമില്ലാതെ തന്നെ സ്നേഹിപ്പാൻ, എന്റെ ശുശ്രൂഷയുടെ ധന്യത മനസ്സിലാക്കുവാൻ, കർത്താവ് എന്നെ ശരിയായി അനുഗമിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അപ്രകാരം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്ത്യ ജീവിതം നയിപ്പാക്കണം. ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ.